ഹായ് ഫ്രണ്ട്സ്, ഞാൻ എങ്ങനെയാണ് നെറ്റ് ക്വാളിഫൈ ചെയ്തത്, അതിന് ഞാൻ എന്തെല്ലാം ചെയ്തു എന്നാണ് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് 1 കണ്ടിട്ട് മാത്രം പാർട്ട് 2 കാണുക. എൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് എന്നെ നെറ്റ് ക്വാളിഫൈഡ് ആക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം UGC നെറ്റോ ഓർ എനി അതർ കോമ്പറ്റീറ്റീവ് എക്സാം അങ്ങനെ ഏതായാലും നമ്മൾ അനലൈസ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെറുതെ വായിച്ചു പോവുകയല്ല വേണ്ടത്. കൃത്യമായി ഓരോ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ്, അതിലെ ഓപ്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ്, അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും കൃത്യമായി അനലൈസ് ചെയ്ത് ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നും അതിൽ തന്നെ ഏതെല്ലാം ടോപ്പിക് റിപ്പീറ്റഡ്ലി എക്സാംസിന് വന്നിട്ടുണ്ട് എന്നൊക്കെ കൃത്യമായി ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഏറ്റവും മിനിമം ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും വർക്കൗട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് സാധിക്കുന്ന അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ റിട്ടൺ മെറ്റീരിയൽ നമ്മൾ തന്നെ എഴുതി തയ്യാറാക്കുക. അങ്ങനെ തയ്യാറാക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇൻഡെപ്തായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും അത് പഠിക്കാനും നമുക്ക് സാധിക്കും. ഞാനിവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുള്ളത്, എനിക്ക് നെറ്റിൻ്റെ ഞാൻ പ്രിപ്പയർ ചെയ്ത ബുക്സ് തന്നെ കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പ്രിപ്പയർ ചെയ്തിരുന്ന ബുക്സ് ഫ്ലഡിൽ എനിക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിവിടെ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഈ പ്രിൻറ്റഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ ഏതെങ്കിലും റാങ്ക് ഫയലോ അല്ലെങ്കിൽ UGC നെറ്റ് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട റാങ്ക് ഫയലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റഡി മെറ്റീരിയലോ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് സൈറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് സമയം ഒത്തിരി കളയേണ്ടതില്ല. ഡയറക്റ്റ്ലി നമുക്ക് ഇത് അവൈലബിൾ ആയതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ടൈം കളയാതെ പഠിക്കാൻ പറ്റും. സ്റ്റെപ്പ് 1 ആൻഡ് സ്റ്റെപ്പ് 2 ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ സിലബസ് നന്നായിട്ട് അനലൈസ് ചെയ്യുക, നന്നായിട്ട് ഡെയിലി അത് റീഡ് ചെയ്യുക. സ്റ്റെപ്പ് 2 ആണ് എനിക്ക് നെറ്റ് കിട്ടാനായിട്ട് ഏറ്റവും എന്നെ സഹായിച്ചതെന്ന് ഞാൻ പറഞ്ഞു. എന്നെ നെറ്റ് കിട്ടാനായിട്ട് സഹായിച്ചത് ഈ 2 സ്റ്റെപ്സിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ ഈ 2 സ്റ്റെപ്സും ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നാളേക്ക് പോകരുത്, ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാനായി ശ്രമിക്കാം. എൻ്റെ അക്കൗണ്ട് ഇനിയും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എനിക്ക് വിജയം സാധിക്കുമെങ്കിൽ, എനിക്ക് നെറ്റ് കിട്ടാൻ ഈ സ്റ്റെപ്സ് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും ഈസിയായി സക്സസ്സിലേക്ക് എത്താൻ സാധിക്കും. താങ്ക് യു. ബൈ യുവർ കൊമേഴ്സ് മെൻറ്റർ നീന.